പാൽ സരണികളിൽ കാൽ സരമഴകൾ പുൽക്കൊടികളിലെ. പ്രിയമുള്ള കലാസ്നേഹിതരെ, ശബ്ദ സംവിധാനങ്ങൾ കൊണ്ടും പ്രകാശ നിയന്ത്രണങ്ങൾ കൊണ്ടുമെല്ലാം മനം കുളിർപ്പിക്കുന്ന ഒന്നാണല്ലോ പ്രൊഫഷണൽ ബാലെ. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി കൂത്താട്ടുകുളം അമ്മണി തിയേറ്റേഴ്സ് അണിയിച്ചൊരുക്കുന്ന കോമഡി ബാലെ. സംഘാടകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വേദിക്ക് മുന്നിലുള്ള ലൈറ്റുകളെല്ലാം അണച്ച് ഞങ്ങളോട് സഹകരിക്കുക. കുട്ടികളും മുതിർന്നവരും ഞങ്ങളുടെ കലാരൂപത്തെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസ കരുക്കൾ വച്ചു, ഭരതമുനിയൊരു കളം വരച്ചു. എല്ലാരും റെഡിയാണല്ലോ? പിന്നെ ഞാൻ റെഡിയാ. നീ എന്നാ ഫസ്റ്റ് സീനിൽ കയറി വരുമ്പോഴേ ഡയലോഗ് എന്ന് പറഞ്ഞു. എന്തിനാ ഇവിടെ പറഞ്ഞ ഞാൻ തട്ടേ പറഞ്ഞാ പോരെ? ഈ കഴിഞ്ഞ സ്റ്റേജിൽ തട്ടേ പറയാന്ന് പറഞ്ഞ് കേറിട്ട് മൊത്തം തെറ്റി നശിപ്പിച്ചു കളഞ്ഞു. നീ ഒന്ന് പറഞ്ഞ ഡയലോഗ് പറ. ഇതെന്നാ ഇങ്ങനെ ഒരു അമച്വർ കലാകാരന്മാരോട് പറഞ്ഞോളൂ. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. എന്നാ ഡയലോഗ് പറ. ഞാൻ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ തട്ടേല് അങ്ങ് കളിച്ച് ഞാൻ ഫ്ലോക്ക് അങ്ങ് കളിച്ച് കയറി പോകും. അങ്ങനെയാണ്. കളിച്ച് നീ അങ്ങ് കയറി പോകും. ഡയലോഗ് പോട്ടെ. നീ ചെയ്യണ വേഷം ചോദിക്കാനുണ്ടോ? കണ്ടാൽ അറിയാൻ പാടില്ലേ? കണ്ടാൽ ഞങ്ങൾക്കറിയാം. അത് നിനക്കറിയാവോന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞേ. അസുരൻ. അസുരന്റെ പേരെന്താന്ന് പറയാൻ? അസുരന്റെ പേര് എന്തിനാ ഇവിടെ പറയുന്നത്? അവിടെ പറഞ്ഞാ പോരെ? കഴിഞ്ഞ സ്റ്റേജ് അവിടെ പറയാന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ കണ്ണുരുട്ടി കാണിച്ചാ പേര് ചോദിച്ചപ്പോ. പേര് പറഞ്ഞു. നീ പുറകോട്ട് തിരിഞ്ഞ് കൊഞ്ഞനം കുത്താതെ പേര് പറയണം. ഒരു മിനിറ്റ് സമയം എന്താ? ആ സമയം തെറ്റിക്കല്ലേ? ദൃഷ്ടാന്തോളാസുരൻ. ഇവന് കറക്റ്റ് ആയിട്ട് അറിയാം. എടാ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഈ അസുരന്റെ വേഷം നീ ചെയ്യ്. ഈ സമയത്താ 2 മാസം ക്യാമ്പ് ഇട്ടിട്ട് നാരദം വരെ അവൻ തെറ്റിച്ചിട്ടിരിക്കുക. ഇനി അസുരൻ അവനെ കൊടുത്തിട്ട് മൊത്തം പൊളിക്കാനാണ്. എന്റെ കാര്യമൊന്നും ആരും നോക്കണ്ട. ഞാൻ എങ്ങനെയൊക്കെ കളിച്ച് പരിപാടി ഞാൻ ആ സമയത്ത് ഞാൻ കയറിക്കോളാം. എന്റെ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ഒന്ന് ഇട്ട് തന്നാൽ മതി. ഞാൻ പിടിച്ചാൽ കയറിക്കോളാം. ഇത് തന്നെ കഴിഞ്ഞ സ്റ്റേജിലും പറഞ്ഞ കൈ ഇട്ട് തരാൻ. ഇട്ട് തന്നിട്ട് നീ പിടിച്ച് കയറിയോ? അതെനിക്ക് ടൈമിംഗ് കിട്ടിയില്ല പിടിച്ച് കയറാൻ. തുടങ്ങില്ലേ? നോട്ടീസ് വെച്ചില്ല? നോട്ടീസ് ഇരുന്നോട്ടെ. അതെ, നിങ്ങളുടെ കൂടെ ഉള്ള ഒരുത്തൻ അവിടെ കിടപ്പുണ്ടല്ലോ, കമ്മിറ്റി ഓഫീസിൽ കിടക്കുന്നെന്ന്. താടിയൊക്കെ വെച്ച് നിറച്ചൊരു പുള്ളി അവിടെ കിടക്കുന്നെന്ന്. നമ്മുടെ കൂടെ ആൾക്കാരുടെ താടിയുള്ളത്. നാളെ വിളിച്ചു നോക്കട്ടെ. എടാ മറ്റേ പുള്ളിക്കാരൻ കൊണ്ട് വിളിച്ചേ. പെട്ടെന്ന് തുടങ്ങ കേട്ടോ. താടി വെച്ച് നമ്മുടെ ട്രൂപ്പിലാരോ എനിക്കറിയാൻ മേല. നമ്മുടെ കൂടെ ആൾക്കാരുടെ താടിയുള്ളത് എനിക്കറിയാൻ മേല. ദേവഗുരു വന്നെ കണ്ടോ? സുരേന്ദ്ര, നീ തന്നെ ഈ വേഷത്തിൽ കമ്മിറ്റി ഓഫീസിൽ പോയി കിടന്നു. കമ്മിറ്റി ഓഫീസിലോ? ഇന്നലെ ബാല പൊളിഞ്ഞിട്ട് 4 ചുറ്റും ഓടിയാർന്നു നമ്മള്. ഞാൻ ഓടുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ഫ്ലെക്സ് വെച്ചങ്ങനെ കണ്ടു അമ്പലം. ഞാൻ വന്നാ കേറി ഇവിടെ. എനിക്ക് വീട് വരെ ഓടാൻ പറ്റും. എന്റെ കാല് മുഴുവൻ ആണിയല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാം. ഇവിടത്തെ അന്തരീക്ഷം മോശമാ. മഴ പെയ്യോ? മഴ പെയ്യുവാണെങ്കിൽ രക്ഷപ്പെട്ട് കളിക്കട്ടല്ലോ. അതല്ലെന്നോ. പിന്നെ നമുക്ക് ഇനിയും സമയമുണ്ട്. ചെന്ന് കാല് പിടിച്ച് പറഞ്ഞ് ഉള്ള അഡ്വാൻസും കൊടുത്ത് തിരിച്ചു പോരാ. ബുക്ക് ചെയ്ത പരിപാടി പുറകോട്ട് എടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ കളിച്ചിട്ടേ പോവുള്ളൂ. കളിച്ചിട്ടേ പിരിയുള്ളൂ. ശാന്തയോ? എല്ലാരും ശാന്തേ. എന്റെ ട്രിപ്പ് കണ്ടോ? ഒരു 3-4 ക്ലിപ്പ് മുടി കെട്ടാൻ കൊണ്ടുവച്ചാ ഇപ്പൊ ഒരൊറ്റ എണ്ണം കാണാനില്ല. അത് അവിടെ വല്ലയിടത്തും കാണും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതുപോലാണെങ്കിൽ അടുത്ത പരിപാടി മുതൽ ഞാൻ വരൂല. കാര്യം എന്താന്ന് വെച്ചാ പറയും. ആശാൻ കർട്ടൻ കെട്ടാൻ വേണ്ടി ഒരു ബംഗാളിനെ ഇവിടെ കൊണ്ടു നിർത്തിയുണ്ടോ? അവൻ ഞാൻ ഡ്രസ് മാറി പൊളിഞ്ഞു നോക്കിയതേ. ആ ബംഗാളി ഒളിഞ്ഞു നോക്കിയാൽ നീ എന്താ ടെൻഷൻ അടിക്കണേ? അവന് ഭാഷ അറിയില്ലല്ലോ. നീ മലയാളി, അവൻ ബംഗാളി അല്ലേ? അവന് ഭാഷയല്ലേ അറിയില്ലാത്തൊരു കണ്ണറിയാലോ. എല്ലാ സമിതിക്കും
2 പരിപാടി കിട്ടുന്നുണ്ട് ദിവസവും. നമുക്ക് മാത്രം ശിവരാത്രിക്ക് 2 പരിപാടി ഇല്ല. അതെന്താ കാരണം? സെക്കൻഡ് പ്രോഗ്രാം. ആ ഇവിടെ സെക്കൻഡ് പ്രോഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ ആര് പോയി കളിക്കും? നമ്മൾ കളിക്കും. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് 4 വഴിക്ക് ഓടണം. നമ്മൾ എപ്പോ ഒത്തുകൂടിയിട്ടാ സെക്കൻഡ് കളിക്കണം. പരിപാടി തുടങ്ങിയേക്കാം. അനൗൺസ് ചെയ്തിട്ട് തുടങ്ങിയേക്കാം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, കൂത്താട്ടുകുളം അമ്മിണി തിയേറ്റർ അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു. ദേവേന്ദ്ര, നിനക്കൊരു വെല്ലുവിളി, അഥവാ ചലഞ്ച് ഓഫ് ദേവേന്ദ്ര. ആരെവിടെ? ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ ആരെവിടെയാന്ന് ചോദിക്കേണ്ട കാര്യമാണ്. ദേവലോക നർത്തകിമാരോട് വന്ന് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. എപ്പോഴെപ്പോഴും മുഖം കാണിക്കുന്നില്ല, അതിന്റെ കാര്യമുണ്ടോ പ്രഭു? ഞാൻ മുഖം എന്ന് പറയുമെങ്കിലും വരുമ്പം ഞാൻ മൊത്തത്തിലൊന്ന് നോക്കും. നൃത്തങ്ങൾ ആരംഭിക്കട്ടെ. அழகிய லேலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா அழகிய லேலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா. മല്ലികവാണത്തെ അമ്പുകളോ കണ്ണുകൾ തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ ചിരിക്കുമ്പികളോ മുല്ലമലർ മണി ചെണ്ടുകളോ നിൻമണി ചുണ്ടുകളോ തെണ്ടെറിഞ്ഞെത്തുന്ന വണ്ടുകളോ മുങ്ങിന തുണ്ടുകളോ ఓసారి పావు తక్కువ 10ంటికోసారి పడుకుంటే ఓసారి మెలుకుంటే ఓసారి ఏమి తోసక కూసుంటే ఓసారి ఏలు నొక్కుతుంటే ఓసారి కాలు తొక్కుతుంటే ఓసారి నువ్వు పక్కనుంటే బ్రతొక్కసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ అంటే ఓసారి పోతే ఓసారి చాటు మాటుగా సయ్యంటే ఓసారి పూలడితే ఓసారి నగలడితే ఓసారి సాదా సీదా చీర కట్టెతే ఓసారి ఒళ్ళు ఇరుసుకుంటే ఓసారి ఇల్లు సిమ్ముతుంటే ఓసారి నీళ్లు తోడుతుంటే నిజంగా ఓసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి తప్పేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి తప్పేస్తుండాయి ఫీలింగ్స్. మల్లిగవాణతే అంబుಗಳೋ కಣ್ಣుల తుంబుಗಳೋ అమ్మిలి పూనిల నాంబుಗಳೋ చిరికొంబిಗಳೋ ముల్లమలర్ మణి చెండుಗಳೋ నిన్మణి చుండుಗಳೋ తెండెరిഞ്ഞെത്തുന്ന വണ്ടുകളോ മുങ്ങിന തുണ്ടുകളോ ആട്ടെ, 2 ദിവസമായി ദേവലോകത്തേക്ക് രംഭയെ കണ്ടതേ ഇല്ലല്ലോ. ഒരു തപസ്സിലക്കലുണ്ടായിരുന്നു ഇന്ദ്രദേവ. ഓ, എന്നിട്ട് ഇളകിയോ? പിന്നെ രംഭ വിചാരിച്ചാൽ ഇളകാത്തതെന്തും ഇളകും. ഈ നാട്ടിൽ മുഴുവൻ പാട്ടാ ഇവിടെ ഒരു കാര്യമാണെന്ന്. വസിഷ്ഠമുനി എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വായിലൊന്ന് കേട്ടിട്ടാണ് തച്ചാലി വെച്ച് അടിച്ച് ഞാനിവിടെ ഇടുന്നിന്നെ. എങ്കിൽ നിങ്ങൾ എന്റെ പാതകത്തിന്റെ ചൂടറിയും. പാദത്തിന് ചൂടറിയിക്കാൻ ഈ താടി വെച്ചേക്കണത്. നിർത്ത്. ദേവഗുരുവും രംഭയും കൂടി ഈ ദേവലോകം ഒരു 4 സെന്റ് കോണിയിലെ പൈപ്പ് ചൂടാക്കി മാറ്റരുത്. എനിക്കതേ പറയാനുള്ളൂ. രംഭ പോ. നാരായണ ഈ പുള്ളി ഇങ്ങോട്ട്. എനിക്കറിയാം ഇതെല്ലാം തെറ്റിക്കും. പ്രണാമം ഇന്ദ്രദേവ. നാരദൻ വന്നു അല്ലേ? നാരദൻ എന്താ സമയം തെറ്റി ദേവലോകത്താ? ഇപ്പോഴല്ല ഞാൻ വരട്ടെ. ഇപ്പോഴല്ലോ. ഈ
ഇന്ദ്രദേവ ഇതുവഴി പോയപ്പോൾ നാം വെറുതെ ഒന്ന് കേറി, അത്രേ ഉള്ളൂ. അങ്ങനെ വരുന്നവും പോകുന്നവർക്ക് ചാടിക്കേറാൻ ഇത് ചായക്കടയല്ല, ദേവലോകമാണ്. നാരായണ നാരായണ. ഇവനൊക്കെ ഇത് കൊളാക്കും കേട്ടോ. ഇന്ദ്രദേവാ ചിരി കണ്ടതാ കാലക്കും ഇത്തവണ ഇവന്താ. ഇന്ദ്രദേവാ ആരാണ് നീ? കൈ നീട്ടുതാ. പേരങ്ങനെ കൈ നിട്ട് തന്നെ. ഇന്ദ്രദേവാ എന്നെ അറിയില്ലേ? അറിയില്ല. ഈ 14 ലോകവും അടക്കി ഭരിക്കുന്ന എന്നെ നിനക്കറിയില്ലേ? അറിയില്ല. എങ്കിൽ കേട്ടോളൂ, തൂണിലും തുരുമ്പിലുമുണ്ട് ഞാൻ. ചെതലായിരിക്കും. അസുര, നിന്റെ പേര് പറയൂ. പേരെ പിടിക്കില്ലേ? പേര് പറയടാ. എന്റെ പേരറിയണമല്ലേ? എങ്കിൽ കേട്ടോളൂ, അടുത്ത വരവിന് ഞാൻ പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. പോയി ഞാനാണെങ്കിൽ ഇന്ദ്രനുമായി പോയി, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാമായിരുന്നു. അല്ലെ നാരദം വരേണ്ട സമയല്ലേ ഇപ്പൊ? ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ചാടിക്കേറി വരും. ഒരാവശ്യം ആയപ്പോൾ നാരദനെ കാണുന്നുമില്ല. നാരായണ 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 നാരായണ. പ്രഭു, നാം വന്ന സമയം ഇപ്പോഴും ശരിയല്ലെന്നുണ്ടോ? ഇപ്പോഴും നാരദൻ വന്നില്ലെങ്കിൽ ഈ ദേവലോകത്ത് നാരദന് 10 പൈസയുടെ വില ഉണ്ടാകത്തില്ലായിരുന്നു. ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ 14 ലോകത്തെയും കഥകൾ നമ്മെ അറിയിച്ചാലും. ഈ പഴയതുപോലെ ഓർമ്മ അങ്ങനെ കിട്ടുന്നില്ല. ഷുഗറിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ വന്ന കാർമേഘം അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു പ്രഭു. എന്നാ പിന്നെ ഞാനിങ്ങോട്ട് നാരായണ 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 ഇന്ദ്രദേവാ ആരാണ് നീ? ഞാൻ ആരാണ് എന്നല്ലേ? ഇതാ കേട്ടുള്ളൂ, ഞാൻ ആരാണെന്ന് ഈ കുറിമാനം പറയും. പട്ടി എഴുതിക്കൊണ്ട് വന്നേക്കും. അസുരൻ ബുദ്ധിമാൻ തന്നെ. ഇന്ദ്രദേവ ഉറക്ക വായിക്കും, ആൾക്കാർ കേക്കട്ടെ. കൂടത്ത് നിന്നിട്ട് പണിയോ അല്ലടാ പട്ടി. അപ്പോൾ ഇതാണല്ലേ അസുരന്റെ പേര്? ദേവഗുരുവിന് അറിയണമല്ലേ? അറിയണം. ഗുരു തന്നെ വായിച്ചു മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. വായിക്കൂ ഗുരു. പേരിൽ എന്തിരിക്കുന്നു? ഇല്ലേ, പേരിന്റെ കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് അസുരൻ വന്ന കാര്യം പറയൂ. ഞാൻ വന്നത് വെല്ലുവിളിക്കാൻ. വില്ല് വളക്കാനോ? വില്ലൊക്കെ വളഞ്ഞിരിക്കുക, ഇനി വളച്ചാ ഒടിഞ്ഞു പോകും. ഇല്ലല്ല, വെല്ലുവിളിക്കാൻ. എന്നാൽ വിളിച്ചോളൂ. വിളിക്ക്. ഇട്ടുതാ പിടിച്ചു കയറാന്ന് പറഞ്ഞല്ലേ? ഇങ്ങനെ തന്നെ പറ. മതി മതി, നിർത്തിക്കോ. അല്ല ബാല കഴിഞ്ഞില്ല. അത് മതി, നിർത്തിക്കോ. അല്ല കഴിഞ്ഞില്ല, ക്ലൈമാക്സോടെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ എനിക്കറിയാം, നിർത്തിക്കോ നിർത്തിക്കോ. ക്ലൈമാക്സ് അറിയാവോ? എനിക്കറിയാന്നേ, അയ്യോ, നമ്മുടെ ബാലയുടെ ക്ലൈമാക്സ് അറിയാം. എനിക്കറിയാം. ദേവാസുരദേവല്ലേ? ആ യുദ്ധം യുദ്ധം എനിക്കറിയാം. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു. അത് പറയാൻ പറ്റത്തില്ല. അല്ല, കാണിക്കണം കേട്ടോ. ഇവനെ ഇത് മൊത്തം കുളവാക്കിയോ? എന്നോട് ക്ഷമിക്കണേ. അവന്റെ ബാല, അവന്റെ കുഞ്ഞപ്പ, നീ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ കേറിക്കോ. ആശാനെ